കേരളത്തിലെ കോൺഗ്രസിനെ ഒരു കാലത്ത് നയിച്ചിരുന്നത് എ ഗ്രൂപ്പ് ആയിരുന്നു. ഉമ്മൻചാണ്ടി അനാരോഗ്യം ബാധിക്കുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തപ്പോൾ വിസ്മൃതിയിലായതിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പും ഉൾപ്പെടും. ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവിൽ എ ഗ്രൂപ്പ് പുനഃസംഘടനയ്ക്ക് കളം ഒരുക്കുകയാണ്. അതിനിടയിലാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തേക്ക് വന്നത്. TV ചാനലുകൾ മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ PJ കുര്യൻ SFIയെയും DYFIയെയും പുകഴ്ത്തുക കൂടി ചെയ്തു. ഈ വിമർശനവും എ ഗ്രൂപ്പിനെ പുനഃസംഘടനയുമായി കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുന്നുണ്ട്. പഴയ പ്രതാപങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള എ ഗ്രൂപ്പിനെ ചാണ്ടി ഉമ്മൻ തന്നെ നയിക്കും എന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം. ചാണ്ടി ഉമ്മന്റെ നേതൃത്വം ബെന്നി ബെഹനാൻ അടക്കമുള്ള എ ഗ്രൂപ്പിന്റെ തലപൊക്കമുള്ള നേതാക്കൾ അംഗീകരിക്കുന്നുമുണ്ട്. ഈ ഗ്രൂപ്പിലെ പഴയ പുലിയാണ് PJ കുര്യൻ. എ ഗ്രൂപ്പിൽ നിന്നും മാറി സ്വന്തമായി പാത വെട്ടിയ നേതാക്കന്മാരാണ് യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്നത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും അക്കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ PJ കുര്യന്റെ വിമർശനത്തെ തള്ളിക്കളയാൻ എ ഗ്രൂപ്പിലെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. അതേസമയം രമേശ് ചെന്നിത്തല അടക്കമുള്ള ഐ ഗ്രൂപ്പിലെ നേതാക്കന്മാർ ഈ പരാമർശത്തെ അനുകൂലിക്കുന്നുമുണ്ട്. എ ഗ്രൂപ്പിനെ കോൺഗ്രസിൽ ശക്തിപ്പെടുത്തണമെങ്കിൽ യൂത്ത് കോൺഗ്രസ് തൊട്ടേ ശുദ്ധികലശം ആവശ്യമാണ് എന്ന് PJ കുര്യൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കോളിളക്കമുണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടും PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ പരസ്യമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത്. എ ഗ്രൂപ്പിന്റെ പിന്തുണയോടെ യൂത്ത് കോൺഗ്രസ് വഴി വളർന്നു വന്ന PC വിശ്വനാഥ് അടക്കമുള്ള നേതാക്കളെ മനഃപൂർവ്വം ഒതുക്കപ്പെടുന്നുണ്ട് എന്ന ആശങ്കയും മറ്റ് നേതാക്കന്മാർക്കുണ്ട്. ഇതിനു പുറമെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുണ്ടായ വിമർശനം യൂത്ത് കോൺഗ്രസിനെ തളർത്തുകയാണ്. അതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ നിന്നും പോലും വിമർശനം വന്നത്. ഇതിന് ചുക്കാൻ പിടിക്കാൻ PJ കുര്യനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ KSU അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. PJ കുര്യനെ ഫേസ്ബുക്കിലൂടെ തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് KSU. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെ വസതിയിലേക്കുള്ള മാർച്ചിലേക്കാണ് PJ കുര്യന് ക്ഷണക്കത്ത് നൽകിയത്. ഇന്നോവ കാറിൽ ഗ്ലാസ് ഇട്ട് പോകുമ്പോൾ സമരം കാണാൻ കഴിയില്ല, AC മുറിയിലിരുന്ന വാർത്ത കാണുമ്പോൾ കണ്ണട തുടച്ചു വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. KSU സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ രാജേന്ദ്രനാണ് PJ കുര്യന് തുറന്ന കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സാറിന് ഞങ്ങളുമായൊന്നും ഒരു ബന്ധവുമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അറിഞ്ഞെന്ന് വരില്ല എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അരുൺ പറയുന്നുണ്ട്. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുര്യനെ പൂർണ്ണമായും ശരിവെച്ചില്ല എങ്കിലും യൂത്ത് കോൺഗ്രസ് മാറേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യത്തെ പരിഹസിച്ചുവെങ്കിലും കുര്യനോടുള്ള അതൃപ്തി പ്രകടമാക്കിയാണ് വിഷയത്തിൽ ഇടപെട്ടത്.